ഡോക്ടർ നമസ്കാരം. ഞാൻ ചോദിക്കാൻ വെച്ച കാര്യം കഴിഞ്ഞ ദിവസം കണ്ട് ഈ തേവര അവിടുന്ന് ഒരു പള്ളി കയറിയിട്ട് തിരുവോസ്തി അത് വികാരി ശുശ്രൂഷ കഴിഞ്ഞിട്ട് വായിലിട്ട് കൊടുത്താണ്. അത് കയ്യിലെടുത്തിട്ട് ഒരാൾ പോകാൻ ശ്രമം നടത്തി. അപ്പോൾ ഇത് കണ്ട പുള്ളി തിരിച്ചു വിളിച്ചിട്ട് ആ സാധനം വായിലിട്ട സാധനം തന്നെ പുള്ളി തിരികെ വാങ്ങി. അപ്പോൾ പിന്നീട് ചർച്ചകളുണ്ടായത് നമ്മൾ കണ്ടതൊക്കെ അത് സാത്താൻ സേവയ്ക്ക് വേണ്ടി ആണ് ഇങ്ങനൊരു ശ്രമം തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയതാണ്. അതിന് പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ട്, അതിന് പിന്നിൽ വലിയ ടീമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് സാത്താൻ സേവയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? കേരളത്തിൽ നേരത്തെയും ഇത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാത്താൻ സേവ എന്ന് പറയുന്നത് അതൊരു മന്ത്രവാദത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഒരു വിമർശന ബുദ്ധിയോടുകൂടിയാണ് എപ്പോഴും കാണാൻ ശ്രമിക്കുന്നത്. അതൊരു എന്താ പറയുന്നത്, മതപരമായിട്ടുണ്ടാകുന്ന ദൈവിക കാഴ്ചപ്പാടിനെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നും വഴിവിഴച്ചുപോയ ഒരു സമൂഹമാണ് അതിൻ്റെ പുറകിലെന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കേരളത്തിലെ നമുക്ക് ഇത്തരം സംഘങ്ങൾ നിഗൂഢമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ പല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്കില്ലായിരുന്നു. സാത്താൻ സേവയെ പറ്റി ഉണ്ടാകുന്ന ഇവർ എങ്ങനെയാണ് ഇത് കടന്നു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ചരിത്രം തന്നെയുണ്ട്. കാരണം കേരളത്തിലെ വിഭാഗം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഈ സാത്താൻ സേവ അല്ലെങ്കിൽ സാത്താനിക് വർഷിപ്പ് എന്ന് പറയുന്നൊരു ആശയം അത് മതത്തോളം തന്നെ, അത് ക്രിസ്തുമതത്തോളം തന്നെ ആഴത്തിൽ വേരോട്ടമുള്ളതാണ്. ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുമ്പോൾ സാത്താനിക് വർഷിപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ചരിത്രം ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്ന് തുടങ്ങി എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ ആരോപണങ്ങൾ എന്ന് പറയുന്ന വാക്കിന് പ്രശസ്തിയുണ്ട്. കാരണം കത്തോലിക്ക മതത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ടുള്ള പോപ്പിനോടനുബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ ക്രിസ്തുമതത്തിനെതിരെ രൂപപ്പെട്ടിട്ടുള്ള ശക്തികളെ, അതായത് ക്രിസ്തുമത വിശ്വാസികളായിട്ട് ആൾക്കാരുണ്ടാകാം, ക്രിസ്തുമതത്തിനെ എതിർക്കുന്നവരുണ്ടാകാം, ക്രിസ്തുമതത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാകും, അതായത് അന്യമത വിശ്വാസികളുണ്ടാകും. ഇവരെയെല്ലാം കുറിക്കാൻ വേണ്ടിയാണ് സാത്താൻ സേവകർ അല്ലെങ്കിൽ സാത്താൻ്റെ സന്തതികൾ എന്നൊരു പദപ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഇവർ എല്ലാ കാലത്തും ക്രിസ്തുമതത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു താല്പര്യം ആ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെയാണ് ആരോപണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ അപ്പലോസ്തന്മാർ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചിന്താധാര പിന്നീട് രൂപപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിലുടനീളം ഇത്തരമൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഈ യൂറോപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് അവിടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് ഈ നൈറ്റ്ഹുഡുകൾ, അതായത് പോരാളികളായിട്ടുള്ള വിഭാഗങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അവർ ക്രിസ്തുമതത്തിൻ്റെ ചില ചെയ്തികളെയൊക്കെ എതിർക്കുമ്പോൾ ഈ നൈറ്റ്ഹുഡിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളെല്ലാം മന്ത്രവാദികളോ സാത്താൻ സേവകരാണെന്നുള്ള രീതിയിൽ ആ കാലഘട്ടത്തിൽ, അത് മധ്യകാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുമതത്തിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ സാത്താൻ സേവയാണെന്ന് പറയുമ്പോൾ സാത്താൻ്റെ ഒരു സ്വാധീനം അത് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ സാത്താൻ്റെ സാന്നിധ്യം ആ ദൈവശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്ന ഒരു രീതിയിലാണ് സാത്താനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ മതം അത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട് പ്രമാണം, ഇരുളിനു പകരം വെളിച്ചമുണ്ട്, അതുപോലെയാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനെ എതിർത്തുകൊണ്ട് സാത്താൻ നിലനിൽക്കുന്നു. ദൈവവിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികൾക്കെതിരെ രൂപപ്പെട്ടിട്ടുള്ള സംഘങ്ങളെല്ലാം തന്നെ സാത്താനോട് ബന്ധപ്പെട്ടവരാണെന്നാണ് ക്രിസ്തുമതം ആരോപിക്കുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളിലൂടെ പോകുന്നത്. അപ്പോഴും ഇതൊരു വലിയൊരു ശക്തിയായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. 1960കളിലാണ് ഒരു സംഘടിത ശക്തിയായിട്ട് സാത്താൻ സേവകർ മാറുന്നത്. അപ്പോഴും അവർ മാറുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു മന്ത്രവാദത്തോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് ഈ സാത്താൻ സേവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു യുക്തിയുണ്ട്. ആ യുക്തിയുടെ അനുബന്ധിച്ചാണ് അവർ പോകുന്നത്. ആ യുക്തി എന്ന് പറയുന്നത് ഇരുളിൻ്റെ ഭാഗമായിട്ട് വെളിച്ചമുണ്ടെങ്കിൽ വെളിച്ചിൻ്റെ ഭാഗമായിട്ട് ഇരുളുമുണ്ടെന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സാത്താനുണ്ടെന്ന് ബൈബിൾ പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്തുമതം പറയുന്നു. അതിലെ ആ യുക്തിയാണ് ഇവർ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഏകാധിപത്യമുണ്ട്, ക്രിസ്തുമതം മുന്നോട്ട് വെക്കുന്ന ഏകാധിപത്യമുണ്ട്, അല്ലെങ്കിൽ അടിച്ചമർത്തലിനോട് ബന്ധപ്പെട്ട് വരുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ രീതികളുണ്ട്. ഇതിനെല്ലാം എതിരെയുണ്ടാകുന്ന ഒരു സംഘടിത ശക്തിയുടെ അടയാളം സാത്താനായിട്ട് മാറുകയാണ്. അപ്പോൾ സാത്താൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അവരുടെ വിവേചന ബുദ്ധിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയമായിട്ടാണ് 1960കളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലയെല്ലാം ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഘങ്ങൾ ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പല വ്യക്തികളും കടന്നു വരുന്നുണ്ട്, അതിൻ്റേതായിട്ട് എഴുത്തുകൾ വരുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ ജ്ഞാനോദയ കാലഘട്ടം എന്ന് പറയുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. ആ ജ്ഞാനോദയ കാലഘട്ടം എന്ന് പറയുന്ന എൻലൈറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്ന വോൾട്ടയർ, റൂസോ എന്നൊക്കെ പറയുന്ന വിഖ്യാതന്മാരായിട്ടുള്ള ഫിലോസഫേഴ്സും എഴുത്തുകാരെല്ലാം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെല്ലാം ഇതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാകുന്നുണ്ട്.
ആ കാലഘട്ടത്തിനോടെല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന കൃതികളുണ്ടാകുന്നത്. ആ കൃതികളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലോർഡ് ബൈറൻ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൃതികൾ രചിക്കുന്നുണ്ട്. ആ കൃതികളെല്ലാം സാത്താൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കത്തോലിക്ക മതം അടിച്ചമർത്തപ്പെടുന്ന ഒരു യന്ത്രമാണെന്നും അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു സംഘത്തിൻ്റെ ആശയം സാത്താൻ എന്ന് പറയുന്ന പ്രതിരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ടാണെന്നുള്ള ചിന്താധാര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ജ്ഞാനോദയ കാലഘട്ടത്തിൽ ഇത്തരമൊരു ചിന്തയുണ്ട്. അതിനോടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കൃതികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1966 പ്രധാനപ്പെട്ട വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അവർ ഈ ആശയത്തെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് അവരുടേതായിട്ട് സംഘങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലെവിയൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നു, ആന്റൺ ലെവിയൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് സാത്താനിക് സംഘം ഉണ്ടാക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സാത്താനിക് ബൈബിൾ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ സാത്താൻ വർഷിപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന ആശയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു നിരീശ്വരവാദ സംഭവമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഒരു ബിംബത്തെ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടില്ല, മറിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, വ്യക്തികൾക്ക് അവൻ്റെ ശരീരത്തിന്മേലുള്ള സ്വാതന്ത്ര്യം, ഭൗതിക വസ്തുക്കൾ, അതുപോലെ ജ്ഞാനമാർജിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതിൻ്റെ എല്ലാം പ്രതിരൂപം എന്ന രീതിയിൽ സാത്താൻ വർഷിപ്പിനോട് ബന്ധപ്പെട്ടാണ് ഈ സംഘം പോകുന്നത്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. 1966 സാത്താനിക് ചർച്ച ഉണ്ടാക്കുന്നത് അവർ. ആ ലെവിയൻ സാത്താനിസമാണ് ലോകത്തെ ആദ്യത്തെ ഒരു സംഘടിത ശക്തിയായിട്ട് മാറുന്നത്. അപ്പോഴും 1975 ബന്ധപ്പെട്ട് വേറൊരു സംഘം കടന്നു വരുന്നുണ്ട്. ആ സംഘത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാത്താനിക് വർഷിപ്പാണ്. അപ്പോൾ ക്രിസ്തുമതത്തിന് മുമ്പ് നിലനിന്നിരുന്ന ദൈവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ മേഖലയിലുണ്ടായിരുന്ന ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെ ക്രിസ്തുമതത്തിനെതിരെ പ്രദർശിച്ചുകൊണ്ട് സാത്താനിക് വർഷിപ്പ് നടത്തുന്ന വിഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ 2013 ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സാത്താനിക് വർഷിപ്പിൽ ഏറ്റവും സംഘടിത ശക്തി എന്ന് പറയുന്നത് 2013 ഉണ്ടായിട്ടുള്ള ടെമ്പിൾ ഓഫ് സാത്താൻ എന്ന് പറയുന്ന വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ അംഗസംഖ്യ അമേരിക്ക മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 7 ലക്ഷത്തിലധികം വരുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു സംഘടിത ശക്തിയായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സാത്താനിക് വർഷിപ്പിനോട് ബന്ധപ്പെട്ട് ഒരു ആരാധനക്രമങ്ങളോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാം വിപ്ലവകരമായ ഒരു മാറ്റം ഈ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ പോലും സാത്താൻ വർഷിപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ ജനങ്ങളിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ലൂസിഫർ എന്ന് പറയുന്ന 2019 സിനിമ. ആ സിനിമ എന്ന് പറയുന്നത് ഏകാധിപത്യത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു ഒറ്റയാൻ പോരാട്ടമാണ് ലൂസിഫർ എന്ന് പറയുന്ന. ആ ലൂസിഫർ എന്ന് പറയുന്ന മാലാക എന്ന് പറയുന്നത് സാത്താൻ്റെ പ്രതിരൂപമായിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സംഘടിത ശക്തികൾക്കെതിരെ ഉണ്ടാകുന്ന, ഏകാധിപത്യത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു ശക്തിയായിട്ട്, ഒരു സംഘടിത ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ സാത്താനെ പ്രദർശിച്ചുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമുക്കറിയാം, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, അതുപോലെ യൂറോപ്പിൻ്റെ പ്രദേശങ്ങളിലെല്ലാം മന്ത്രവാദത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ, മന്ത്രവാദം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ സാത്താൻ വർഷിപ്പാണെന്ന് പറയുന്ന കത്തോലിക്ക മതവിശ്വാസികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇൻക്വിസിഷൻ കോർട്ടുകളുണ്ട്, മതപീഡന കോടതികളുണ്ട്. ഈ കോടതികളെല്ലാം മന്ത്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ സാത്താൻ വർഷിപ്പ് ചെയ്യുന്നവരാണെന്നുള്ള രീതിയിൽ അവർ മതപീഡന കോടതി പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ നടത്തി ആയിരക്കണക്കിന് ആൾക്കാരെ യൂറോപ്പിലുടനീളം കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ കത്തോലിക്ക മതം തന്നെ അല്ലെങ്കിൽ ക്രിസ്തുമതം തന്നെ പറയുന്നുണ്ട് സാത്താനെ ആരാധിക്കുന്ന ഒരു വിഭാഗം യൂറോപ്പിലുടനീളം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മതത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ പറയുന്നത് സാത്താൻ വർഷിപ്പേഴ്സ് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ബലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന ഒരു അസന്തുഷ്ടി അല്ലെങ്കിൽ ഒരു അരാജകത്വം യൂറോപ്പിലുടനീളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നമുക്കറിയാം, ആദം ജോൺ എന്ന് പറയുന്ന മലയാളത്തിലൊരു സിനിമ. അപ്പോൾ ആ ഒരു കഥാതന്തുവിനെ പിന്തുടർന്നുകൊണ്ടാണ് ആ സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ടുണ്ടായ രേഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന രേഖപ്പെടുത്തൽ പറയുന്നത് ഇത് ഒരു സമൂഹം കെട്ടിച്ചമച്ച കഥയാണെന്നാണ് പറയുന്നത്. സമൂഹം ഭയന്നു. കാരണം 19-ാം നൂറ്റാണ്ടിന് അവസാന കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുണ്ടായ സാമൂഹ്യപരമായ മാറ്റത്തിൽ യാഥാസ്ഥിതികരായ സമൂഹം ഭയന്നു. അപ്പോൾ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു കിംവദന്തി മാത്രമായിരുന്നു ഈ കാര്യമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന രീതിയിലാണ് സാത്താനിക് വർഷിപ്പ് പോകുന്നത്. അപ്പോഴും സാത്താനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ക്രിസ്തുമതം പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രിസ്തുമതം പറഞ്ഞു വെക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഈ പറയുന്ന ഒരു പ്രവൃത്തിയെ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന സാത്താനിക് വർഷിപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ